കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണം യു.ഡി.എഫിന് നഷ്ടമായി. കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥി സഖറിയാസ് കുതിരവേലിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. സഖറിയാസ് കുതിരവേലിനെ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം പിന്തുണച്ചു. സിപിഐ വിട്ടുനിന്നു. ജോഷി ഫിലിപ്പ് രാജിവെച്ച് ഡിസിസി പ്രസിഡന്റായ ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ സണ്ണി പാമ്പാടിയെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് തീരുമാനം. എന്നാൽ സണ്ണി പാമ്പാടിക്കെതിരെ കുറുവിലങ്ങാട് ഡിവിഷനിൽ നിന്നുള്ള സഖറിയാസ് കുതിരവേലിയെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു. കോൺഗ്രസ് കേരള കോൺഗ്രസിലെ വിള്ളൽ മുതലെടുത്ത് സിപിഎമ്മിന്റെ 6 അംഗങ്ങളും പിന്തുണച്ചതോടെ 12 വോട്ട് നേടി സഖറിയാസ് കുതിരവേലി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏക സിപിഐ അംഗം വിട്ടുനിന്നപ്പോൾ പി.സി. ജോർജിന്റെ സെക്യുലർ പാർട്ടി അംഗത്തിന്റെ വോട്ട് അസാധുവായി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സണ്ണി പാമ്പാടിക്ക് ലഭിച്ചത് 8 വോട്ടുകളാണ്. അതേസമയം കേരള കോൺഗ്രസിന്റേത് രാഷ്ട്രീയ വഞ്ചനയാണെന്നായിരുന്നു ഡിസിസി പ്രസിഡന്റ് ജോഷി ഫിലിപ്പിന്റെ പ്രതികരണം. കൊടുംചതി ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ദൃശ്യപത്ര മാധ്യമങ്ങളിലൊക്കെ വന്നെങ്കിലും എഴുതി ഒപ്പിട്ടിരിക്കുന്ന ഈ രേഖയ്ക്ക് വില നൽകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഒരു എം പി അടക്കം, ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കെ.എം. മാണി അടക്കം അവരുടെ നിർദ്ദേശാനുസരണം ഉണ്ടാക്കിയ ഈ എഗ്രിമെന്റ് അത് പാലിക്കുമെന്ന് ഞങ്ങൾ കരുതി. കോൺഗ്രസുമായി യാതൊരു കരാറുമില്ലെന്നും മിനിറ്റ്സ് കോപ്പിയാണ് വ്യാജ കരാറായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നതെന്നും കേരള കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു. കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു കരാർ ലംഘനവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ജോഷി ഫിലിപ്പിനെതിരെ അവിശ്വാസം കൊണ്ടുവരികയോ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം സ്വയം രാജിവെച്ചു. ഓപ്പണായി ഉണ്ടായ ഒരു സ്ഥാനത്തേക്ക് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഞങ്ങൾക്കുണ്ട്. ആ അവകാശം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കരാർ ലംഘനമല്ല. തികച്ചും വ്യാജ പ്രചരണമാണ്. കോൺഗ്രസിന്റെ തികച്ചും വ്യാജ പ്രചരണമാണ്. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളുടെ നാട്ടിൽ യു.ഡി.എഫിന്റെ തകർച്ച താൽക്കാലികമല്ലെന്ന് തെളിയിക്കുന്നതാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഭരണമാറ്റം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഭരണമാറ്റത്തിലൂടെ കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം കേരള കോൺഗ്രസിനകത്തും ചേരിതിരിവും പ്രതിസന്ധിയും ഈ വിജയം സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കെ.എം. മാണി കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. മാണിക്ക് യു.ഡി.എഫ് വിട്ടുപോകാൻ യാതൊരു കാരണവുമില്ലായിരുന്നുവെന്നും ഇരുവരും കുറ്റപ്പെടുത്തി. അതേസമയം രാഷ്ട്രീയ വഞ്ചനയുടെ ആശാന്മാരാണ് കോൺഗ്രസുകാരെന്ന് കെ.എം. മാണി പറഞ്ഞു. കോട്ടയത്തെ ധാരണയിൽ തനിക്കോ ജോസ് കെ മാണിക്കോ ഒരു പങ്കുമില്ലെന്നും മാണി കോട്ടയത്ത് പ്രതികരിച്ചു. കോട്ടയത്തേത് തികച്ചും പ്രാദേശികമായ ധാരണയാണെന്നും സംസ്ഥാന തലത്തിൽ സിപിഐഎമ്മുമായി ചർച്ചയോ ധാരണയോ ഉണ്ടാക്കിയിട്ടില്ലെന്നും കെ.എം. മാണി പറഞ്ഞു. രാഷ്ട്രീയ വഞ്ചനയുടെ ആശാന്മാരായ കോൺഗ്രസ് രാഷ്ട്രീയ മര്യാദ പഠിപ്പിക്കേണ്ടെന്നും മാണി കൂട്ടിച്ചേർത്തു. ആശാന്മാരാ കോൺഗ്രസ് എന്തോ കരാർ ലംഘനം നടത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രതിക്കൂട്ടി നിർത്തി ഞങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്ത കക്ഷിയാണ് എന്ന് പറഞ്ഞ് ഇപ്പം കോൺഗ്രസ് നേതാക്കന്മാരെ ഇറങ്ങിയിരിക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുന്ന തുല്യമാണ്. എന്നാൽ യു.ഡി.എഫ് നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇത് രാഷ്ട്രീയമായി കാട്ടിയ ഒരു കടുത്ത വഞ്ചനയായിട്ടേ കാണാൻ സാധിക്കും. ദിവസം രാവിലെ വൈകുന്നേരം തിരിച്ചും വരാനും പോകാനുള്ള മുന്നണിയാണ് യു.ഡി.എഫ്. ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ കച്ചവടം എവിടെ നടക്കും? ഇത് മുന്നണി വിട്ടുപോയതുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമല്ല, തികഞ്ഞ രാഷ്ട്രീയ വഞ്ചനയാണ്. മണിസാർ യു.ഡി.എഫ് വേണം എന്നുള്ള സ്റ്റാൻഡാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതോട് യു.ഡി.എഫ് ആയി പോവാണ് വേണ്ടിയിരുന്നത്. കോട്ടയത്തേത് പ്രാദേശികമായ ധാരണ മാത്രമാണെന്നും പുതിയ കക്ഷികളെ ഉൾപ്പെടുത്താൻ എൽ.ഡി.എഫ് തീരുമാനിച്ചിട്ടില്ലെന്നും സിപിഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചു. കോട്ടയത്തെ കേരള കോൺഗ്രസ് സിപിഐഎം ബന്ധം രാഷ്ട്രീയ അധാർമികതയാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്. നടി ഭാവനയുടെ വിവാഹം ഒക്ടോബർ 27 തൃശൂർ വെച്ച് നടക്കും. കന്നഡ നിർമ്മാതാവ് നവീനാണ് വരൻ. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വിശദാംശങ്ങൾ. മാർച്ച് 9 നടന്ന വിവാഹ നിശ്ചയത്തിൽ ഭാവനയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു. തൃശ്ശൂരിൽ നടന്ന നിശ്ചയത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു വിവാഹത്തിന്റെ വാർത്ത പുറം ലോകം അറിഞ്ഞിരുന്നത്. ഈ വിവാഹം തീയതി മുൻപ് തീരുമാനിച്ചിരുന്നില്ല. ഒക്ടോബർ 27 വിവാഹം നടക്കും എന്നാണ് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കന്നഡ നിർമ്മാതാവ് നവീനുമായാണ് ഭാവനയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. മുൻപ് 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഭാവനയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഭാവനയുടെ ആദ്യ ചിത്രയുടെ നിർമ്മാതാവായിരുന്നു നവീൻ. അവിടെ മുതലുള്ള സൗഹൃദമായിരുന്നു പിന്നീട് പ്രണയത്തിലും വിവാഹത്തിലും എത്തിച്ചിരുന്നത്. ഏതായാലും ഒക്ടോബർ 27 വിവാഹം നടക്കുമെന്നാണ് വിവരം. ദിൽജിത്ത്, ആദ്യം മുതൽ തന്നെ വിവാഹ നിശ്ചയവും ഒരുപക്ഷെ വിവാഹ നിശ്ചയം നടത്തിയത് അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വിവാഹം എന്നാൽ ആ വിധത്തിൽ നിന്ന് അപ്പുറത്ത് സാധാരണ നടക്കാറുള്ള പോലെ ഒരു വിശാലമായ
ഓഡിറ്റോറിയത്തിൽ ആ വിധത്തിലൊക്കെ ആയിരിക്കുമോ? കൂടുതൽ ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണോ? എങ്ങനെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഏതായാലും വിവാഹം സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഭാവന വിവാഹിതയാകുന്നു എന്ന വാർത്ത മുമ്പ് പുറത്തു വന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ച് വലിയ രീതിയിലുള്ള ഒരു വിവാഹ ചടങ്ങ് തന്നെയായിരിക്കും നടത്തുക എന്ന് തന്നെയാണ് സൂചന. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. നടി ഭാവനയുടെ വിവാഹം ഒക്ടോബർ 27 തൃശൂർ വെച്ച് നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മാർച്ച് 9 കന്നഡ നിർമ്മാതാവ് നവീനുമായി ഭാവനയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ വിമർശനവുമായി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം രംഗത്ത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിനുണ്ടായ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടിക്കും KC ജോസഫിനും തിരുവഞ്ചൂരിനുമാണ്. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ NJ പ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനമുള്ളത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടിക്കും KC ജോസഫിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മാത്രമാണ്. മാണിക്ക് വേണ്ടി വാദിച്ച ഇവർക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്ന പ്രസാദ് കോൺഗ്രസ് അപമാനിക്കപ്പെട്ടിരിക്കുകയാണെന്നും പറയുന്നു. ജോഷി ഫിലിപ്പിനെ DCC പ്രസിഡന്റായി അവരോധിക്കാൻ കരുനീക്കങ്ങൾ നടത്തിയത് മുൻ മന്ത്രി KC ജോസഫാണെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ മുൻ മന്ത്രിയുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി പാർട്ടിക്കുണ്ടായ നഷ്ടം വളരെ വലുതാണെന്നും പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ വന്നാൽ മാത്രമേ കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് വളരുകയുള്ളൂ എന്ന നിലപാടാണ് മുൻ മന്ത്രിക്കെന്നും ഫേസ്ബുക്കിൽ പരാമർശമുണ്ട്. ഇതിനെല്ലാം അംഗീകാരം നൽകിയത് ഉമ്മൻചാണ്ടിയാണ്. അതേസമയം മറ്റൊരാളെ പാർട്ടി പരിഗണിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടാകില്ലായിരുന്നുവെന്നും പ്രസാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെ പരസ്യമായ രംഗത്ത് വന്ന ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ NJ പ്രസാദിന്റേത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നാണ് DCC നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവിൽ സർക്കാർ സ്വീകരിച്ച നിയമ നടപടി സംബന്ധിച്ച് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഉത്തരവിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയെന്നും അതിന്റെ വിധി വന്ന ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. സെൻകുമാറിനെ പോലീസ് മേധാവിയായി പുനർനിയമിക്കണമെന്ന ഉത്തരവിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഉത്തരവിൽ ഭേദഗതിയും വ്യക്തതയുമാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. പ്രധാനമായും 2 വിഷയങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. സെൻകുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റി ലോക്നാഥ് ബെഹ്റയെ നിയമിച്ച ജൂൺ 1 ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു. അതേ ഉത്തരവിൽ പരാമർശിക്കുന്ന DGPമാരായ ജേക്കബ് തോമസ്, ശങ്കർ റെഡ്ഡി എന്നിവരുടെ നിയമനങ്ങൾ റദ്ദാക്കപ്പെടുമോ എന്ന കാര്യത്തിൽ സുപ്രീംകോടതി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ലോക്നാഥ് ബെഹ്റയെ പഴയ സ്ഥാനത്തേക്ക് നിയമിക്കണമോ എന്ന കാര്യത്തിലും കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ മറുപടി പ്രതീക്ഷിക്കുന്നു. നിയമനം നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറിക്കെതിരെ സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി വെള്ളിയാഴ്ച സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട്. അന്നേ ദിവസം സംസ്ഥാനത്തിന്റെ ആവശ്യവും സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം. വ്യക്തത ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാർ AGയുടെയും മുതിർന്ന അഭിഭാഷകരുടെയും നിയമോപദേശം തേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഡൽഹി. സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് TP സെൻകുമാർ. പ്രതിപക്ഷത്തിന് താൻ ഒരു വിവരവും ചോർത്തി നൽകിയിട്ടില്ല. വിവരാവകാശ പ്രകാരമാണ് തനിക്ക് പോലും വിവരങ്ങൾ ലഭിച്ചത്. DGP നിയമനം സംബന്ധിച്ച് തനിക്ക് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും സെൻകുമാർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ആ രേഖകൾ വാസ്തവത്തിൽ മറ്റു പലരുമാണ് എനിക്ക് തന്നത്. കാരണം ഇതിലെ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് 3 ഫയലിൻ്റെ ഞാനല്ല എടുത്തത്. എനിക്ക് മറ്റ് പലരും എടുത്ത് അതുകൊണ്ടാണ് എനിക്ക് വളരെ സമയമെടുത്തത് കിട്ടാനായിട്ട്. പിന്നെ ഈ രേഖകളെല്ലാം ഈ പറയുന്ന 3 ഫയലിൻ്റെ രേഖകൾ, അതായത് പുട്ടിങ്ങൽ ഫയലിൻ്റെയും ജിഷയുടെയും പിന്നെ എന്നെ മാറ്റുന്ന ഫയലിൻ്റെയും, ഇതെല്ലാം നമ്മൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുള്ള എല്ലാ നമ്മുടെ അഡ്വക്കേറ്റ്സിനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ അഫിഡവിറ്റ്സിലെ പ്രധാന ഭാഗങ്ങളാണ് അതൊക്കെ. മുൻ DGP TP സെൻകുമാർ കോടതിയലക്ഷ്യം നടത്തിയതായി പരാതി. പന്തളം സ്വദേശിയായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ഇടിക്കുള വർഗീസിനെ പോലീസ് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം സെൻകുമാർ നടപ്പാക്കിയില്ലെന്നാണ് പരാതി. സെൻകുമാറിനെതിരെ ഇടിക്കുള വർഗീസ് ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ നടപടിക്ക് ഹർജി നൽകി. സ്ഥാനത്ത് നിയമിക്കണമെന്ന സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും സർക്കാർ നടപ്പിലാക്കാത്തത് കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന സെൻകുമാർ താൻ DGP ആയിരുന്ന കാലത്ത് നടത്തിയ കോടതിയലക്ഷ്യത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. പന്തളം സ്വദേശിയായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ഇടിക്കുള വർഗീസിനെ കള്ളക്കേസിൽ കുടുക്കി പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും സംഭവത്തെക്കുറിച്ച് വീണ്ടും ഗൗരവമായി അന്വേഷിക്കണമെന്നും ഹൈക്കോടതി അന്നത്തെ DGP TP സെൻകുമാറിന് നിർദ്ദേശം നൽകിയത് 2016 ജനുവരി 14 പോലീസിന്റെ നടപടി ഒരു ഗൂഢാലോചനയാണെന്ന് കണ്ടെത്തിയ ജസ്റ്റിസ് കെമാൽ പാഷ
രാഷ്ട്രീയാണ് വീണ്ടും അന്വേഷണം നടത്താൻ ഉത്തരവിറക്കിയിരുന്നത്. എന്നാൽ 5 മാസക്കാലത്തോളം ഈ കേസിനെ കുറിച്ച് യാതൊരു അന്വേഷണവും നടത്താതെ കോടതിയലക്ഷ്യ നടപടിയായിരുന്നു സെൻകുമാർ നടത്തിയെന്നാണ് ഇടുക്കുള വർഗീസ് പറയുന്നത്. കോടതിയലക്ഷ്യം നടത്തിയ സെൻകുമാറിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇടുക്കുള പറഞ്ഞു. ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ DGP ശ്രീ TP സെൻകുമാർ ഞാൻ 2/6/2011 പരാതി നൽകി. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും യാതൊരു അന്വേഷണവും നടന്നില്ല. അന്വേഷിക്കത്തില്ലെന്ന് ഞാൻ ഇൻഡയറക്റ്റായിട്ട് അറിഞ്ഞു. അതിനുശേഷം ഞാൻ ഹൈക്കോടതി പോയി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് B. കമാൽ പാഷയുടെ ഓർഡർ അനുസരിച്ച് ഓർഡർ 14/1/2016 ഓർഡർ കിട്ടിയിരിക്കുക. ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്നും എൻ്റെ പരാതി സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്നും അതിനെപ്പറ്റി അന്വേഷിക്കാതിരുന്ന് പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണെന്നും അതിനെപ്പറ്റി ഇമ്മീഡിയറ്റായിട്ട് ആ വാക്ക് ഇതാണ് ഇമ്മീഡിയറ്റായിട്ട് അന്വേഷിക്കണമെന്നും സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ടുള്ള TP സെൻകുമാറിന് ഓർഡർ കൊടുത്തു. 2016 ജൂൺ മാസത്തിൽ അദ്ദേഹം വിരമിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനം ഒഴിയുന്ന സമയത്ത് വരെ അത് അന്വേഷിച്ചില്ല. അതിനുശേഷം അത് ഫയൽ മാറ്റിയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ ജനുവരി മാസത്തിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകനായ തന്നെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസ് നടപടിക്കെതിരെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും ഇടുക്കുള പരാതി നൽകിയിരുന്നു. റിവ്യൂ ആൻഡ് റിപ്പോർട്ട് എന്ന പരാതിയിൽ ചെന്നിത്തല എഴുതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വീണ്ടും ഈ വിഷയം ഇപ്പോൾ ചർച്ചയായതോടെ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നതെന്നാണ് ഇടുക്കുള പറയുന്നത്. അരുണാചൽ പ്രദേശിൽ ചെന്ന് ആദിവാസി യുവാവിനെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നതായിരുന്നു ഇടുക്കുളയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കണ്ടെത്തിയ കേസ്. എന്നാൽ ഈ പരാതി കള്ളക്കേസാണെന്ന് കണ്ടെത്തിയ അസം ഹൈക്കോടതി കേസ് തള്ളിയതിന്റെ പിറ്റേ ദിവസമായിരുന്നു പന്തളം പോലീസ് ഇതേ കേസിൽ ഇടുക്കുളയെ അറസ്റ്റ് ചെയ്തത്. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. KSRTCയിലെ മെക്കാനിക്കൽ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. രാവിലെ ഷിഫ്റ്റിൽ എത്താതിരുന്ന 68 സ്ഥിരം ജീവനക്കാരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. സമരം ചെയ്യുന്നവർക്കെതിരെ എസ്മ പ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്ന് KSRTC MD രാജമാണിക്യം നേരത്തെ അറിയിച്ചിരുന്നു. ഇരട്ട ഡ്യൂട്ടി ഒഴിവാക്കിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഒരു വിഭാഗം KSRTC മെക്കാനിക്കൽ ജീവനക്കാർ സമരവുമായി മുന്നോട്ടു പോയത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രധാന സംഘടനകൾ സമരം അവസാനിപ്പിച്ചിരുന്നു. ഇന്നത്തെ സമരം ദീർഘദൂര സർവീസുകളെയും ബാധിച്ചു. അതിനിടെ ജോലിക്ക് ഹാജരാകാതെ സമരവുമായി മുന്നോട്ടുപോയ ജീവനക്കാർക്കെതിരെ മാനേജ്മെന്റും നിലപാട് കടുപ്പിച്ചു. 750 പേരിൽ 550 പേരാണ് ഇന്ന് ജോലിക്ക് ഹാജരായത്. ജോലിക്ക് ഹാജരാകാതിരുന്ന 68 പേരെ KSRTC MD രാജമാണിക്യം സസ്പെൻഡ് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സമവായത്തിന്റെ പാതയിലേക്ക് ജീവനക്കാർ എത്തിയതും KSRTC MDയുമായി കൂടിക്കാഴ്ച നടത്തിയതും. 10 ദിവസത്തിനകം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് രാജമാണിക്യം ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. വിശ്രമസ്ഥലവും ഭൌതിക സാഹചര്യവും ഒരുക്കും, രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് സൂപ്പർഫാസ്റ്റിൽ വീട്ടിലേക്ക് പോകാനുള്ള സൌകര്യമൊരുക്കും എന്നിവയും മാനേജ്മെന്റ് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും ഒരു വിഭാഗം മെക്കാനിക്കൽ ജീവനക്കാർ സമരവുമായി മുന്നോട്ടു പോയതിനെതിരെ പ്രതിഷേധം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് സമരത്തിന് പരിസമാപ്തിയായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തടവ് ശിക്ഷ ലഭിച്ച ഡോക്ടർമാരെ ജയിലിൽ അയക്കാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടപടിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് അതൃപ്തി. മുൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർമാരായ VK രാജൻ, ശൈലജ എന്നിവരെ ചികിത്സിച്ച ഡോക്ടർമാരോട് നാളെ നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. 2001-2003 കാലയളവിൽ അനാവശ്യമായി വാക്സിൻ വാങ്ങിക്കൂട്ടി സർക്കാരിന് 1.5 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കേസിലാണ് ഇരുവർക്കും 5 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയും തിരുവനന്തപുരം വിജിലൻസ് കോടതി ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇവരെ ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിന് പകരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇക്കാര്യം കോടതിയെ അറിയിച്ചതുമില്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി സംശയിക്കുന്നുവെന്ന് വിജിലൻസ് SP R സുകേശൻ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. VK രാജൻ, ശൈലജ എന്നിവരെ പരിശോധിച്ച ഡോക്ടർമാർ നാളെ നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. പ്രതികളെ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ നിന്നുള്ള ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ച് വിശദമായ റിപ്പോർട്ട് നാളെ ഹാജരാക്കാനും കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി. മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനത്തിൽ യാതൊരു സ്തംഭനാവസ്ഥയുമില്ലെന്ന് മന്ത്രി P. തിലോത്തമൻ നിയമസഭയിൽ പറഞ്ഞു. വാതിൽപ്പടി വിതരണം അടുത്ത മാസം 7 ജില്ലകളിൽ ആരംഭിക്കുന്നതോടെ ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം പൊതുവിതരണ സംവിധാനത്തിൽ പാളിച്ചയെന്നാരോപിച്ച് നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.
മണ്ണെണ്ണയുടെയും പഞ്ചസാരയുടെയും വിഹിതം കേന്ദ്രം വൻതോതിൽ വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ. റേഷൻ വിതരണത്തിൽ നിലവിൽ സ്തംഭനാവസ്ഥയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. റേഷൻ വ്യാപാരികൾക്ക് നിശ്ചിത വരുമാനം ഉറപ്പാക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ധനമന്ത്രി ഭക്ഷ്യവകുപ്പിന് ആവശ്യമായ പണം നൽകുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സപ്ലൈകോ ഉദ്യോഗസ്ഥരും കരിഞ്ചന്തക്കാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അന്വേഷിക്കണമെന്ന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി നിലവിൽ വന്ന ശേഷം 101 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹമാധ്യമങ്ങളുടെയും വിവരസാങ്കേതിക വിദ്യയുടെയും ദുരുപയോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചതായും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ജമ്മുകാശ്മീരിൽ ഇന്ത്യൻ ജവാന്മാരെ പാകിസ്ഥാൻ തലയേർത്ത് കൊലപ്പെടുത്തിയതിനെ അപലപിച്ച് നിയമസഭ പ്രമേയം പാസാക്കി. സുപ്രീം കോടതി വിധിയെ തുടർന്ന് സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയ പാതയോരത്തെ 102 മദ്യശാലകൾ വീണ്ടും തുറന്നു. ബിയർ, വൈൻ പാർലറുകൾ, ബാറുകൾ, ക്ലബ്ബുകൾ എന്നിവയുൾപ്പെടെയാണ് ഇത്. 66 കള്ളുഷാപ്പുകളും തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ദേശീയ സംസ്ഥാന പാതയോരത്തെ 500 മീറ്റർ പരിധിയിലുള്ള 800-ലധികം മദ്യശാലകൾ സുപ്രീം കോടതി വിധിയെ തുടർന്ന് അടച്ചുപൂട്ടിയിരുന്നു. ഹൈക്കോടതി വിധി ഉൾപ്പെടെയുള്ളവയെ തുടർന്ന് ഇവയിൽ 102 എണ്ണമാണ് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. 93 ബിയർ, വൈൻ പാർലറുകളും 5 ക്ലബ്ബുകളും 4 ബാറുകളുമാണ് ഇതിൽ ഉൾപ്പെടുക. ഇതോടെ സംസ്ഥാനത്ത് 376 ബിയർ ആൻഡ് വൈൻ പാർലറുകളും 26 ബാറുകളും 21 ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് അടച്ചുപൂട്ടിയ 1126 കള്ളുഷാപ്പുകളിൽ 66 എണ്ണം തുറന്നതായി എക്സൈസ് വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു. ബാക്കിയുള്ളവ നിയമാനുസൃതമായി തുറക്കാൻ നടപടിയെടുക്കുമെന്നും കെ ദാസന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി അറിയിച്ചു. സുപ്രീം കോടതി വിധി മറികടക്കാൻ ദേശീയ സംസ്ഥാന പാതകൾ ജില്ലാ പാതകളാക്കി മാറ്റില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കടന്നുപോകുന്ന തമിഴ്നാട്ടിലേക്കുള്ള പാത ജില്ലാ പാതയാക്കി തരം താഴ്ത്താൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടില്ലെന്നും എം വിൻസെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. കാസർഗോഡും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ജല അതോറിറ്റിയുടെ ജലവിതരണം പൂർണ്ണമായി നിലച്ചിട്ട് 2 ആഴ്ച പിന്നിട്ടു. ചന്ദ്രഗിരി പുഴയിലെ നീരൊഴുക്ക് നിലച്ചതിനെ തുടർന്നാണിത്. ചന്ദ്രഗിരി പുഴയിലെ സ്ഥിരം തടയണ നിർമ്മാണ പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിനെ തുടർന്നാണ് മറ്റൊരു ജില്ലാ ആസ്ഥാനത്തിനുമില്ലാത്ത രൂക്ഷമായ കുടിവെള്ള പ്രശ്നം കാസർഗോട്ടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് 3 പതിറ്റാണ്ടുകളായി അനുഭവിക്കേണ്ടി വരുന്നത്. കുടിവെള്ള ലഭ്യതയുടെ കാര്യത്തിൽ കാസർഗോഡിനുള്ള ഗതികേട് മറ്റൊരു ജില്ലാസ്ഥാനത്തിനും സംസ്ഥാനത്തുണ്ടാകില്ല. കാസർഗോഡ് നഗരത്തിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ജല അതോറിറ്റി ജലവിതരണം പൂർണ്ണമായി നിർത്തിയിട്ട് 2 ആഴ്ചയായി. ഗാർഹിക ഉപയോഗത്തിന് പോലും സാധിക്കാത്ത വിധം ഉപ്പിന്റെ അളവ് കലർന്നതിനെ തുടർന്നാണ് ജലവിതരണം പൂർണ്ണമായി നിർത്തിവെച്ചത്. ചന്ദ്രഗിരി പുഴയിലെ ബാവിക്കരക്കടവിൽ നിന്നാണ് ജല അതോറിറ്റി വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് വിതരണം നടത്തി വന്നിരുന്നത്. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ കഴിഞ്ഞ 30 വർഷമായി ജല അതോറിറ്റി ചന്ദ്രഗിരി പുഴയിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചു വരികയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നീരൊഴുക്ക് നിലയ്ക്കുന്നതിനാൽ താൽക്കാലിക തടയണയിലേക്ക് ഉപ്പുവെള്ളം കയറുക പതിവാണ്. സ്ഥിരം തടയണ നിർമ്മാണത്തിന് 1 പതിറ്റാണ്ടായി ശ്രമം തുടരുന്നുവെങ്കിലും ഇനിയും യാഥാർത്ഥ്യമായില്ല. പ്രശ്നപരിഹാരത്തിന് അധികൃതർ നൽകുന്നത് വെറും വാഗ്ദാനം മാത്രം. ജല അതോറിറ്റി ജലവിതരണം നിർത്തിയെങ്കിലും ഫലപ്രദമായ ബദൽ സംവിധാനം ഇല്ലാത്തതിനാൽ കാസർകോട്ടെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. സുരഭി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മധു എസ് നായർ. വീടുകൾ തോറും മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ലോറികളിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഭാവിക്കരയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തടയണ നിർമ്മിക്കാനും അതിനാവശ്യമായ ഒരു മോണിറ്ററിംഗ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ 1 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കി ഗവൺമെന്റ് വളരെ കരുതലോടുകൂടി നടത്തേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. വെള്ളം വില കൊടുത്തു വാങ്ങുവാൻ സ്വകാര്യ ജലവിതരണക്കാരുടെ സേവനം പോലും ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ കാസർകോട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊച്ചി മെട്രോയുടെ അന്തിമ സുരക്ഷാ പരിശോധന ആരംഭിച്ചു. മെട്രോ റെയിൽ സുരക്ഷാ കമ്മീഷണർ കെ.എ. മനോഹരന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. പരിശോധന 3 ദിവസം നീണ്ടുനിൽക്കും. മെട്രോ റെയിൽ സുരക്ഷാ കമ്മീഷണറുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ മെട്രോ കമ്മീഷൻ ചെയ്യാൻ കഴിയൂ എന്നതിനാൽ ഈ പരിശോധന നിർണായകമാണ്. രാവിലെ 10 മണിയോടെയാണ് ആലുവ സ്റ്റേഷനിലെ പരിശോധന ആരംഭിച്ചത്. യാത്രക്കാർക്കുള്ള പ്രവേശനമാർഗം മുതൽ സിഗ്നൽ സുരക്ഷാ സംവിധാനങ്ങൾ വരെ സംഘം വിശദമായി പരിശോധിച്ച് വിലയിരുത്തി. ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം, ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിലെ സൗകര്യങ്ങൾ, സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ശുചിത്വം എന്നിവയും സംഘം വിലയിരുത്തി. ആദ്യഘട്ടത്തിൽ ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള റൂട്ടിൽ 11 സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ ആദ്യ ദിനം ആലുവ മുതൽ മുട്ടം വരെയും 2ാം ദിനം മുട്ടം മുതൽ ഇടപ്പള്ളി വരെയും 3ാം ദിവസം ചങ്ങമ്പുഴ പാർക്ക് പാലാരിവട്ടം സ്റ്റേഷനുകളിലുമാണ് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. മെട്രോ സുരക്ഷാ കമ്മീഷണറുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ മെട്രോയുടെ ഉദ്ഘാടനം നടത്താൻ കഴിയൂ. സുരക്ഷാ പരിശോധനയിൽ വിജയിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് KMRL MD ഏലിയാസ് ജോർജ് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്, നല്ല കോൺഫിഡൻസ് ലെവൽസ് ഉണ്ട്.
വലിയ പ്രോബ്ലം ഉണ്ടാവുന്നില്ലെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ലെറ്റ് സി 3 ദിവസം ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. പരിശോധന പൂർത്തിയാക്കി കമ്മീഷണറുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെ 13 കിലോമീറ്റർ ദൂരം വരുന്ന ആദ്യഘട്ട റൂട്ടിൽ ട്രയൽ റൺ ആരംഭിക്കും. ഉദ്ഘാടനം ഈ മാസം അവസാനത്തോടെയോ അടുത്ത മാസം ആദ്യവാരത്തിലോ നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് KMRL. ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രിയുടെ സമയം ചോദിച്ച് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.